മുനമ്പം വഖഫ് കേസിൽ നിർണായക വഴിത്തിരിവ്. വഖഫ് ഭൂമിയിൽ നിലപാട് മാറ്റി സിദ്ദിഖ് സേട്ടിൻ്റെ മകൾ. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്ന് മകൾ, പരാതിക്കാരി കൂടിയായ മകൾ പറയുന്നു. കോഴിക്കോട് വഖഫ് ട്രിബ്യൂണലിൽ ഇന്നും വാദം തുടരുന്നുണ്ട്. AK ലതീഷ് വിവരങ്ങളുമായി ചേരുന്നു. ലതീഷ്, ഇതിനകത്ത് ഈ മക്കൾ 3 പേരുമില്ല, മക്കളുടെ ഒരാൾ മാത്രമാണ്, മകൾ മാത്രമാണ് ഇത്തരത്തിലൊരു നിലപാട് മാറ്റി സ്വീകരിച്ചിരിക്കുന്നത്. അത് ഈ വഖഫ് ഭൂമി അല്ല എന്ന് പറയുന്ന ഫറൂഖ് കോളേജിൻ്റെ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. മുനമ്പം നിവാസികളുടെ വാദത്തോടും ചേർന്ന് നിൽക്കുന്നതാണ്. അതുകൊണ്ട് സ്വാഭാവികമായി തന്നെ നിയമപരമായി പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകും. അതൊരു പക്ഷേ മുനമ്പം നിവാസികൾക്ക് അനുകൂലമാകാനുള്ള സാധ്യത കൂടി കാണാവുന്നതാണ്. എന്തായിരുന്നാലും അത് നിയമപ്രശ്നമാണ്, അത് നിയമവിദഗ്ധരാണ് അതേ സംബന്ധിച്ച് കാട്ടേണ്ടത് അല്ലേ ലതീഷ്? തീർച്ചയായും ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വാദം തുടങ്ങിയിട്ടേ ഉള്ളൂ. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വാദമായിരിക്കും ഈ വഖഫ് ട്രൈബ്യൂണലിൽ തന്നെ ഉണ്ടാവുക. ട്രൈബ്യൂണലിൻ്റെ ഒരു തീർപ്പ് വന്നാൽ തന്നെ അക്കാര്യത്തിൽ കൂടുതൽ കോടതി വ്യവഹാരങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഈ വഖഫ് ആധാരം അല്ലെങ്കിൽ മുനമ്പം ഭൂമി ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റിന് രജിസ്റ്റർ ചെയ്തു നൽകിയ ആധാരം അടിസ്ഥാനമാക്കിയുള്ള വാദമാണ് ട്രൈബ്യൂണലിൽ ആരംഭിച്ചത്. അത് ഇന്നും തുടരും. ഒപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പറവൂർ കോടതിയുടെ വിധി കൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്ന് ഇന്നലെ ജഡ്ജി പറഞ്ഞിരുന്നു. അതിൽ ഉള്ള വാദവും സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഇക്കാര്യത്തിൽ അടിസ്ഥാനമായ കാര്യം നേരത്തെ ഞാൻ സൂചിപ്പിച്ച വിഷയം തന്നെയാണ്. വഖഫ് ഭൂമിയാണ് എന്ന് ഒരു വിഭാഗവും വഖഫ് ഭൂമി അല്ല എന്ന് മറുവിഭാഗവും വാദിക്കുന്നു. അത് രേഖ വെച്ചും നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടും വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ട ഉത്തരവാദിത്വം അല്ലെങ്കിൽ ചുമതലയാണിപ്പോൾ വഖഫ് ട്രൈബ്യൂണലിന് മുമ്പാകെ വന്നിരിക്കുന്നത്. അതിൽ സ്വാഭാവികമായും ഇരുകക്ഷികളും അല്ലെങ്കിൽ ഇരുകക്ഷികൾ എന്ന് പറയുന്നത് ഇരുവാദങ്ങളാണ്. ആ ഇരുവാദങ്ങൾ അവതരിപ്പിക്കുന്ന കൂടുതൽ കക്ഷികൾ 8 കക്ഷികളാണ് നിലവിലുള്ളത്. ആ 8 കക്ഷികളുടെയും വാദങ്ങൾ വിശദമായി കേൾക്കുകയും പരിശോധിക്കുകയും ചെയ്തിട്ട് ശേഷമായിരിക്കും ട്രൈബ്യൂണൽ ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കുക. അജിംഷാദ്, തീർച്ചയായും മുനമ്പം കേസിൽ ഇതൊരു വഴിത്തിരിവാണ്, അല്ലെങ്കിൽ നിർണായകമായ മാറ്റമാണ്. ഇത്തരത്തിലുള്ള ഒരു വാദം എന്നത് ഒരാളാണെങ്കിൽ പോലും അത് ഉന്നയിക്കുന്നു എന്നത് ഒരുപക്ഷെ വഖഫ് ഭൂമിയാണ് എന്ന കൂട്ടായൊരു നീക്കം, ഒരു പക്ഷത്തിൻ്റെ നീക്കത്തിന് വിള്ളൽ സംഭവിച്ചിരിക്കുന്നു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അത് രാഷ്ട്രീയമായി കൂടി അതിൻ്റെ പുറത്ത്, മീൻസ് വഖഫും നിയമപ്രക്രിയകൾക്ക് പുറത്ത് നിരീക്ഷിക്കാവുന്ന ഒരു ഇടം തുറക്കുന്നു ലതീഷ്, അല്ലേ? തീർച്ചയായും അത്തരത്തിലുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ഇന്നും വാദം തുടരേണ്ടതുണ്ട്. ഇന്നും ഇവർ അല്ലെങ്കിൽ ഈ സുബൈദയുടെ മക്കളുടെ അഭിഭാഷകൻ ഏത് തരത്തിലാണ് ഈ പറവൂർ കോടതി വിധിയെ ഉൾപ്പെടെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള സമീപനമാണോ സ്വീകരിക്കുക എന്നടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ വാദം പൂർത്തിയാകുന്നതോടുകൂടി മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു കുടുംബം നൽകിയ ഭൂമി വഖഫായി നൽകിയ ഭൂമിയാണ് എന്നവർ നേരത്തെയൊക്കെ എടുത്ത നിലപാടിൽ ഒരു കക്ഷി നിലപാട് മാറ്റുന്നത് ഏതെങ്കിലും തരത്തിൽ ഈ കേസിനെ ദുർബലപ്പെടുത്തുമോ അല്ലെങ്കിൽ ആ നിലയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോക്കിനെ സ്വാധീനിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ വിധി വരുമ്പോൾ മാത്രമായിരിക്കും നമുക്ക് അന്തിമമായി പറയാൻ കഴിയുക. അജിംഷാദ്, തീർച്ചയായും ഈ കേസിൻ്റെ ഇത്തരം കാര്യങ്ങളൊന്നും പരിഗണനാ വിഷയമായി വന്നില്ല എങ്കിൽ പോലും സർക്കാർ നിയമിച്ച കമ്മീഷൻ, ജുഡീഷ്യൽ കമ്മീഷൻ്റെ കാര്യത്തിൽ ഒരുപക്ഷെ ഇന്നലെ ഡിവിഷൻ ബെഞ്ച് അതിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റേ നീക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലത്തിൽ മുനമ്പം നിവാസികൾക്ക് വേണ്ടി അവിടെ നീങ്ങുന്ന കമ്മീഷൻ്റെ പഠനങ്ങൾ അത് ഉടൻ പൂർത്തിയാക്കുമെന്ന് രാമേന്ദ്രൻ നായർ പറയുകയും ചെയ്തു ജസ്റ്റിസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ സർക്കാരിൻ്റെ നീക്കം അല്ലെങ്കിൽ മുനമ്പം നിവാസികളുടെ നീക്കത്തിന് ശുഭകരമായ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ആശ്വാസകരമായ ചില കാര്യങ്ങൾ ഇത്തരം കേസിൻ്റെ വിള്ളലിൽ രൂപപ്പെടുന്നു എന്ന് നിരീക്ഷിച്ചാൽ തെറ്റുണ്ടോ? അങ്ങനെയൊന്നും ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയുക സാധ്യമല്ല. കാരണം ഇതൊരു നിയമപ്രശ്നമാണ്, ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള നിയമപ്രശ്നമാണ്. ഒരു ആധാരം ഇതിന് നിലവിലുണ്ട്, അതാണ് ഏറ്റവും പ്രധാനം. കാരണം ഇന്ത്യയിലെയും കേരളത്തിലെയും വഖഫ് ഭൂമികളിൽ വാക്കാൽ വഖഫ് നൽകിയതും അത്തരത്തിൽ ഈ പറയുന്ന മഹല്ല് കമ്മിറ്റികൾ കൈകാര്യം ചെയ്തതുമായ ഭൂമിയും വസ്തുക്കളും ഒക്കെ ഉണ്ട്. എന്നാൽ ഇതങ്ങനെയല്ല. ഇത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ഒരു ഭൂമിയാണ്. അത് സിദ്ദിഖ് സേട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റിന് കൈമാറിയത്. ആ കൈമാറിയ രേഖയിൽ തന്നെ വളരെ കൃത്യമായി വഖഫാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഒപ്പം തന്നെ ക്രയവിക്രയവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ കൂടി അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ആ ക്രയവിക്രയം നടത്താനുള്ള അധികാരം വെച്ചുകൊണ്ടാണ് ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റ് ഭൂമി കൈമാറ്റം നടത്തിയതെന്നാണ് ഫറൂഖ് കോളേജിൻ്റെ വാദം. ആ വാദം തന്നെയാണ് അവർ നേരത്തെ പല കോടതികൾക്ക് മുമ്പാകെയും അവതരിപ്പിച്ചത്. ആ വാദം തന്നെയാണ് ഇപ്പോൾ ട്രൈബ്യൂണൽ മുമ്പാകെയും വരുന്നത്. ട്രൈബ്യൂണൽ സ്വാഭാവികമായും ഇത്തരം ഈ കേസുകൾ മാത്രം പരിഗണിക്കേണ്ട ട്രൈബ്യൂണൽ
ട്രൈബ്യൂണൽ ആണ് എന്നതുകൊണ്ട് കൃത്യമായ പഠനവും അല്ലെങ്കിൽ കൃത്യമായ ഈ കാര്യത്തിലുള്ള അവരുടെ രേഖ പരിശോധിച്ചുകൊണ്ടുള്ള നിയമപരമായ നടപടികളിലേക്ക് കടക്കുന്ന ഒരു ഘട്ടം കൂടിയാണിത്. അതുകൊണ്ട് ഈ ഒരു നിലപാട് മാറ്റം അല്ലെങ്കിൽ ഇപ്പോഴുണ്ടായ ഒരു കക്ഷി മാറിയത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ കേസിനെ ബാധിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുക. അജിംഷാദ്. തീർച്ചയായും ഒരു കാര്യം കൂടി ലതീഷ്, അതായത് ഈ മകൾ പരാതിക്കാരിയായിരുന്ന മകളല്ല, മകളുടെ മകളാണ് ഇപ്പോൾ പരാതിക്കാരിയായുള്ളത്. സ്വാഭാവികമായി അവരുടെ മരണത്തിന് ശേഷം അവരാണ് നിലപാട് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ പരാതിക്കാരിയുടെ അനന്തരാവകാശി എന്ന നിലയിൽ ആ വിഷയത്തിൽ നിലപാട് മാറ്റാം, നിയമപരമായി അതിന് പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലേ? ഇവരുടെ മക്കൾ തന്നെയാണ് ഇതിൽ കക്ഷി ചേർന്നത്. സുബൈദ നേരത്തെ മരണപ്പെട്ടിട്ടുണ്ട്. സിദ്ദിഖ് സേട്ടിന്റെ മകൻ സത്താർ സേട്ട് ഇതിൽ കക്ഷിയാണ്. സത്താർ സേട്ട് അടക്കമുള്ള മറ്റു മക്കളൊന്നും തന്നെ ഇപ്പോൾ നിലപാട് മാറ്റിയിരിക്കുന്നത് സുബൈദയുടെ മകളല്ലേ? സുബൈദ പരാതിക്കാരിയായിരുന്ന സുബൈദയുടെ മകളല്ലേ മാറ്റിയത്? സുബൈദ മരിച്ചല്ലോ. സുബൈദയുടെ മക്കളാണ് നിലപാട് മാറ്റിയത്. അങ്ങനെയാണ് നിലപാട് മാറ്റിയത്. സ്വാഭാവികമായും അനന്തരാവകാശികളാണല്ലോ സ്വാഭാവികമായും ഒരു നിയമ നടപടികൾ, പ്രത്യേകിച്ച് ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികളിൽ അവരാണ് പിന്നീട് കക്ഷികളായി വരിക. അതുകൊണ്ട് അവർ പറയുന്ന നിലപാട് തന്നെയാണ് കക്ഷിയുടെ നിലപാട് എന്ന് തന്നെയായിരിക്കും കോടതി എടുക്കുക. അതിലേതെങ്കിലും തരത്തിലുള്ള എതിർപ്പൊന്നും കോടതിയുടെ ഭാഗത്തു നിന്ന് ഇന്നലെ ഉണ്ടായിട്ടുമില്ല. ശരി, ലതീഷാണ് വിവരങ്ങൾ നൽകിയത്. മുനമ്പം വഖഫ് കേസിൽ നിർണായക വഴിത്തിരിവ്. വഖഫ് ഭൂമിയിൽ നിലപാട് മാറ്റി സിദ്ദിഖ് സേട്ടിൻ്റെ മകളുടെ മകൾ, പരാതിക്കാരിൽ ഒരാളാണവർ. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്നാണ് മകളുടെ മക്കൾ ഇപ്പോൾ പറയുന്നത്. കോഴിക്കോട് വഖഫ് ട്രിബ്യൂണലിൽ ഈ കേസ് ഇന്നും വാദം തുടരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ സമഗ്ര വിവരങ്ങളാണ് AK ലതീഷ് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.